കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി. കയ്യേറിയ ഭൂമികളും റിസോർട്ടുകളും എല്ലാം ഇപ്പോൾ ദൗത്യസേന അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കുട്ടപ്പൻ ഇപ്പോൾ ഇലക്ട്രിക് ലൈനിലുണ്ട്. എന്താണ് കുട്ടപ്പൻ അവിടുത്തെ അവസ്ഥ? എന്തെല്ലാം കെട്ടിടങ്ങളാണ് പൊളിക്കുന്നത്? ആരുടെ എല്ലാം കളസങ്ങൾ കീറുന്നുണ്ട്? ഇപ്പോൾ മൂന്നാറിലെ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിർത്തുന്ന കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളാണ് ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് ഭയങ്കര രസമാണ്. ചിരിച്ചിരിച്ച് നമ്മുടെ ഇടപാട് തരും. അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ കമ്മത്തിന്റെ ധീരരോധനമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തിക്കിനും തിരക്കിനും ഇടയിലും കമ്മത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ പാർട്ടിയെ ഒരു മെമ്പർഷിപ്പ് എടുപ്പിക്കാനായിട്ട് ലീഡർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എന്റെ കമ്മത്തെ കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവിടെ കരയുന്ന കുട്ടിക്ക് പാലില്ല. താൻ എന്റെ കൂടെ വരൂ, തനിക്ക് പാർട്ടി ടിക്കറ്റ് ഞാൻ തരും. അതുപോലെ തന്നെ തലേന്നും പറഞ്ഞു വന്ന മോഹൻലാൽ ഇപ്പോൾ തല കറങ്ങി താഴെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം മീശ മാത്രം പിരിച്ചുകൊണ്ട് സവാരി കിരികിരി എന്ന് മാത്രം പുതുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എനിക്കിപ്പോ. നികേഷ്, ഇതാ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു റിസോർട്ടിൽ നിന്നും സായിപ്പ്മാർ കൂട് കൊടുക്കുകയും എടുത്തുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിലെ മലയാളം അറിയാവുന്ന ഒരു സായിപ്പ് ചീത്ത പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ സായിപ്പ്മാരോട് എന്തോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഓടിക്കോ സായിപ്പേ, കിറ്റ് ഇന്ത്യ കയ്യിൽ കിട്ടിയ കിറ്റുമായി ഇന്ത്യ വിട്ടോടാൻ. നികേഷ്, ഇനിയും കൂടുതൽ വാർത്തകൾ കിട്ടാനുണ്ട്. നമുക്ക് വിശദമായിട്ട് വീണ്ടും ഫോണിൽ ബന്ധപ്പെടാം. മൂന്നാറിൽ നിന്നും കറണ്ട് കമ്പിയിൽ നിന്നും കറണ്ട് അടിച്ചുകൊണ്ട് കുട്ടപ്പൻ. പൃഥ്വിരാജ്, എന്താണോ നിർത്തിയത്? എടോ മാന്ത് അടിത്തറ വരെ മാന്തടോ, ഇല്ലെങ്കിൽ ഇനിയും കിളിർത്തു വരും. എടോ പാതാളം വരെ മാന്തടോ. നിർത്തു JCB അടിയിൽ രണ്ടുപേരും പെട്ടുപോയെന്ന് തോന്നുന്നു. ധീരരോധനം കേട്ടില്ലേ? ആര്യാ പാതാള കറണ്ട് കൊണ്ട് ഞങ്ങളെ തൂത്തുവാരി പുറത്തേക്ക് എടുത്തത്? ഇതാര്? മാവേലി തമ്പുരാനല്ലേ? ഒറ്റയ്ക്കല്ല, കൂടെ ഡ്യൂപ്പും ഉണ്ട്. അതെ, ഞാൻ മഹാബലി തമ്പുരാൻ. ഇതെന്റെ ഡ്യൂപ്പ്. മഹാബലി തമ്പുരാനും ഡൂപ്പിനും കേരളത്തിലേക്ക് സ്വാഗതം. സ്വാഗതൊക്കെ അവിടെ ഇരിക്കട്ടെ. പാതാളത്തിൽ കിടന്ന ഞങ്ങളെ തോണ്ടി പുറത്തേക്കിട്ട ഈ ജീവി ഏതാ? ഡിനോസറും കപ്പും സോസറൊന്നുമല്ല, ഇത് JCB, ജോലി ചെയ്യുന്ന ഭൂതം. അതേ തിരുവേദി, ജോലി ചെയ്യുന്ന ഭയങ്കരൻ. ഇത് ഭൂതവും ഭയങ്കരനൊന്നും അല്ല, ജനങ്ങളെ ചുരുണ്ടുന്ന ബദൂരി JCB. ഏടോ ഡൂപ്പേ, ഇത് കേരളം തന്നെയാണോ? കണ്ടിട്ട് ഇറാഖ് പോലെ ഉണ്ടല്ലോ. മൊത്തം തകർന്നു കിടക്കാണല്ലോ ഡൂപ്പേ. എന്റെ പൊന്നു തിരുമേനി, ഇപ്പൊ ഇവിടെ മൊത്തം ഇടിച്ചു നിരത്തലിന്റെ കാലമല്ലേ? ക്ഷമിക്കണം തമ്പുരാനെ, അങ്ങയോട് ചോദിച്ചിട്ട് പൊളിച്ചാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അവര് പൊളിച്ചു പോയി. അവരോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ ആൻസി എന്ത് തെറ്റാ ചെയ്തേ? അല്ല, VS എന്ത് തെറ്റാ ചെയ്തത്? മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയ പിന്നെ ചെയ്യുന്നതെല്ലാം യന്ത്രമായിരിക്കും. JCB. തിരുവേദി, ഇങ്ങനെ വാചകം പിടിച്ച് തെറ്റാ മതിയോ? നമുക്ക് പ്രജകളെ കാണാൻ പോവണ്ടേ? ഏതായാലും പൊളിച്ചടുക്കിയതും ഇടിച്ചു നിർത്തിയതൊക്കെ കൊള്ളാം. ഓണത്തിന് 10 ദിവസം എനിക്ക് എന്റെ പ്രജകളെ കാണാനായി ഒന്ന് മുന്നോട്ട് പോണം. അതുകൊണ്ട് ഈ കട്ടയും കല്ലും പൊടിയും വേസ്റ്റ് ഒക്കെ മാറ്റി ഒന്ന് ക്ലീൻ ആക്കിയാ കൊള്ളാം. നോക്കി നിൽക്കാതെ ഈ കട്ടയും കല്ലും വേസ്റ്റും ഒക്കെ എടുത്തു മാറ്റി മാവേലിക്ക് പോകാൻ പാതയൊരുക്കണോ? എന്റെ ഭരണ നേട്ടങ്ങളൊക്കെ മാവേലി നടന്നൊന്ന് കാണട്ടെ. എല്ലാവരും വേഗം വാടാ. ആ കട്ടയും കല്ലൊക്കെ ഉന്തുവണ്ടിയിലേക്ക് എടുത്തിട്ട് തള്ളി മാറ്റണം. വണ്ടി തള്ളിക്ക.